ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇതാണ് എല്ലാവരും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈ ഒരു പുതിയ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഇതൊരു പുതിയ ഐറ്റംസ് ഒന്നാവില്ല, നിങ്ങൾ പലരും ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവമാവും. അപ്പോൾ ഞാനിതൊരിക്കൽ പുറത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് അങ്ങനെ ഒരു തവണ ഞാനൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഓർഡർ എടുത്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒന്നല്ല, നമ്മുടെ ഇളനീർ പുഡിങ്ങാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇളനീരൊക്കെ നമ്മളിങ്ങനെ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ നിന്നൊരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചൈന ഗ്രാസ് മെൽറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇളനീര് വെള്ളം പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള മധുരത്തിന് എത്ര വേണം അത്രക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കളർഫുള്ളായിക്കോട്ടെ വെച്ചിട്ട് ഒരല്പം റെഡ് കളറിന് കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഓറഞ്ച് വർണ്ണം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊന്ന് തണുത്ത് പാകാവാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിൽ ഒഴിച്ച് വെച്ച് പിന്നെ ബാക്കിയുള്ള ചൈന ഗ്രാസിൻ്റെത് പ്ലെയിൻ ആയിട്ടുള്ളത് അതും നമ്മളൊരു പ്ലേറ്റിൽ ഒഴിച്ച് വെച്ച് പിന്നെ കുറച്ച് പാല് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാല് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിൽ മധുരത്തിന് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മളിങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അടി പിടിക്കരുത്. തീ നല്ലോണം കുറച്ച് വെക്കുക, അതല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പും അതുപോലെ നമ്മൾ ബാക്കി വന്ന ചൈന ഗ്രാസും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നല്ല തണുത്തിട്ട് റൂം ടെമ്പറേച്ചറിലൊന്ന് നല്ല തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ഗ്ലാസ് പരുവത്തിലുള്ളതൊക്കെ ഇങ്ങനെ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് മുറിച്ച് പീസാക്കി വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇളനീരിൻ്റെ കഷ്ണം അത് ചെറിയ 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 പീസാക്കിയിട്ട് അതും കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിൽ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടോ സെൻറ്ററിലായിട്ടൊക്കെ നമുക്ക് ഈ പിന്നെ എന്താ പറയുക ഇളനീരിൻ്റെ ഈ ചില്ല് പോലുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു 4 ട്രേക്കുള്ളതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ 2 എണ്ണം ഞാൻ ഇതുകൊണ്ട് ആക്കിയുള്ളൂ, ഒന്നിച്ച് അങ്ങോട്ട് പരീക്ഷിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 2 എണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് 4 എണ്ണം ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.